ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി പാലക് ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബഞ്ച് പാലക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മൂത്ത തണ്ടാണെന്നുണ്ടെങ്കിൽ കളയണം, അല്ലാതെ നല്ല ഇളം തണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഈ പാലക് ഒന്ന് വാടി വരണം, നന്നായിട്ടൊന്ന് വെന്ത് വാടി വരുന്നവരെ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇപ്പം നന്നായിട്ട് തിളച്ചു, അതേപോലെ പാലക്കൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പാലക്കിന്റെ കളർ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നോർമൽ വാട്ടറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട കോൾഡ് വാട്ടർ ഉണ്ടല്ലോ അതിലിട്ട് വെക്കാം. എങ്ങനെയായാലും പാലക്കിന്റെ കളർ മാറിപ്പോകാൻ പാടില്ല, അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാലക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മല്ലിയില അരയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നമ്മുടെ കറിക്ക്. അങ്ങനെ അരച്ചെടുത്തു, ബാക്കിയുള്ള പാലക്കും കൂടി അരച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ എല്ലാ പാലക്കും അരച്ചെടുത്തപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ, നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുരുമുളക്, സ്റ്റാർ അനീസും നല്ല ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തു. ഈ ചേർത്തേക്കുന്ന സ്പൈസസിന്റെ മെഷർമെന്റ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നീളത്തരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിന്റെ കൂടെ തന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ വഴറ്റിയെടുക്കുക. പിങ്ക് അല്ല, ബ്രൗൺ കളർ ആവണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. നല്ല ജീരകപ്പൊടിയാണ് കേട്ടോ, അതൊന്ന് വറുത്തതിന് ശേഷം പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് അരിഞ്ഞ ചിക്കൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. തക്കാളി ഒന്ന് അത്യാവശ്യം ഉടഞ്ഞു വരുന്ന വരെ വേവിക്കണം കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടിക്കോളും. അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് വന്നു. ബാക്കിയുള്ള നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് യൂസ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ വിത്ത് ബോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ചിക്കൻ ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണേ. ഈ സമയത്ത് വെള്ളം ഒട്ടും ഒഴിക്കരുത് കേട്ടോ. അടച്ചു വെച്ച് ഏകദേശം ഒരു 50% ഒക്കെ ഒന്ന് വെന്ത് വരുമല്ലോ, ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വേവണം, അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ പാലക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, വീണ്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഈ സ്റ്റേജിൽ, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. പാലക്ക് ഓൾറെഡി വെന്തതാണ്, ചിക്കൻ ഏകദേശം വെന്ത് വരുന്നുണ്ട്. എന്നാലും ഈ ചിക്കനിലേക്ക് നമ്മുടെ പാലക്കൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതേപോലെ തന്നെ പാലക്കിലെ വെള്ളം കൂടി ഒന്ന് ഡ്രൈ ആയി വരും. ഈ സമയത്താണ് നമുക്ക് എത്ര വേണോ വെള്ളം വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കറി തിക്കായിട്ട് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരുപാട് അങ്ങ് കറി ടൈപ്പ് ആക്കുന്നില്ല, അത്യാവശ്യം ഒന്ന് വഴറ്റിയ ടൈപ്പാണ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് എണ്ണയൊക്കെ ഒന്നിങ്ങനെ പാലക്കിൻ്റെ മുകളിൽ തെളിഞ്ഞ് വരുമല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാവും കറി റെഡിയായി വന്നിട്ടുണ്ടെന്നുള്ളത്. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ ഗരം മസാലപ്പൊടി ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാന്ന് വെച്ചാൽ ആ മണം ഒന്ന് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് കറി മാറ്റി വെക്കുക. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ താളിച്ചൊഴിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ കുറച്ചും കൂടി എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഒരു 3-4 എടുത്തിട്ടുണ്ടാവും, വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ വെളുത്തുള്ളി ഒരു കളറൊക്കെ നന്നായിട്ട് മാറി വരുമ്പം ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമ്മുടെ പാലക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ദാബ സ്റ്റൈൽ പാലക് ചിക്കൻ റെഡിയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഈ നെയ്യ് ലാസ്റ്റിൽ ഒഴിക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റും നല്ല മണവുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കോംബോ ആണ്, ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ്
മസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഒരു വെറൈറ്റി ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 15 മിനിറ്റ് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. 15 മിനിറ്റ് മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെയ്യും വെളിച്ചെണ്ണ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇത്രയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇനി ഇതിലോട്ട് കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യത്തിലേറെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 ഉണ്ടാവും. അപ്പോൾ അത്രയും ചേർത്തതിന് ശേഷം അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നതിന് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരു പിങ്ക് കളറൊക്കെ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുന്നുണ്ട്. ആ പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്തു. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞേക്കുന്ന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കണം. അത്രയും മതി. ഒരുപാട് ഇട്ടങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ആണ് വെള്ളവും പാലും കൂടി ചേർത്തിട്ട് വേണ്ടത്. 1.5 ഗ്ലാസ്. ഇനി കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം മാറ്റി വെച്ചേക്കായിരുന്നു. കാരണം എക്സാക്ട് 15 മിനിറ്റ് മതി. നമ്മൾ കുക്കറിലാണല്ലോ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. അത് കഴിഞ്ഞ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുക. ഒരു വിസിൽ മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. എന്നിട്ട് വിസിലൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചൂടോടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ബസ്മതി റൈസ് ഒരിക്കലും ചൂടോടെ മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെ സ്പെഷ്യൽ ഗീ റൈസ് റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് ഓണിയൻ പറാത്തയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം മാവ് ഒന്ന് കുഴച്ച് വെക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് വെച്ചാൽ മതി. ഒന്നുമില്ല, ആട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. ഇത് ചൂടുവെള്ളത്തിലല്ല ഞാൻ കുഴക്കുന്നത്, പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്. സാധാരണ ചപ്പാത്തിക്കാണെങ്കിൽ ഞാൻ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ പച്ചവെള്ളത്തിൽ കുഴച്ചാലും മതി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വീണ്ടും കുഴച്ചിട്ട് അങ്ങനെ തന്നെ അടച്ച് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി മാവ് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ സൈഡിൽ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാകുമ്പോൾ ഒന്നും കൂടി നല്ലതാട്ടോ. സ്റ്റഫ് ചെയ്തതിന് ശേഷം പരത്തി എടുക്കാനായിട്ട് ഒന്നും കൂടി ഈസി ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഉള്ളിയിലെ വെള്ളം അങ്ങ് കളയണം. അപ്പോൾ ഉള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ അങ്ങ് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് കുറച്ച് വാട്ടറേ ആയി പോവും. അതുകൊണ്ട് തന്നെ ശരിക്കും പരത്താൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയുടെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, വളരെ കുറച്ച് ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മുളക്, പിന്നെ മല്ലിയില, കുറച്ച് മാത്രം അജ്വൈൻ സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊരു 3 പറാത്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലേ. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാവ് ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ സ്റ്റഫിങ് വെച്ച് കൊടുത്തു. നമുക്ക് എത്ര വേണോ അത്രയും വെച്ച് കൊടുക്കാം. ഓവറായിട്ട് അങ്ങ് ഫില്ല് ചെയ്തിട്ട് വെക്കരുത്. കാരണം എന്ന് വെച്ചാൽ പരത്തുമ്പോൾ കിട്ടത്തില്ല ഈസി ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓവർ സ്റ്റഫിങ് വേണ്ട. ജസ്റ്റ് കുറച്ചൊന്ന് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മോമോസൊക്കെ ചുരുട്ടിയെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് അതുപോലെ ഒന്ന്, അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കത്തില്ല അതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ പറാത്ത ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നടുക്ക് ആദ്യം തന്നെ അങ്ങ് പ്രഷർ കൊടുക്കാൻ പാടില്ല. സൈഡ്സൊക്കെ ഒന്ന് പരത്തിയതിന് ശേഷം നടുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ 2 സൈഡും ചുട്ടെടുത്താൽ മതി. എണ്ണയ്ക്ക് പകരം നെയ്യാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് അണിയൻ പറാത്ത. ഇതിനൂടെ കുറച്ച് തൈര് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതേപോലെ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.